ഇപ്പോൾ നിലവിലുള്ള ലോക്സഭാ സീറ്റുകൾ അത് അങ്ങനെയാണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP അധികാരത്തിൽ വരുമെന്നുള്ളൊരു ഭയം കാണുമോ NDAക്ക്? അല്ല, തീർച്ചയായും അങ്ങനെ. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് UP കിട്ടിയല്ലോ. NDAയുടെ സീറ്റ് കുറഞ്ഞല്ലോ. ഇപ്പോൾ NDAക്ക് 293 സീറ്റേ ഉള്ളൂ. 272 കേവല ഭൂരിപക്ഷം. അപ്പോൾ എത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച പോലെ കുറേ കൂടെ ഒരു 10% കൂടെ സീറ്റ് UP കിട്ടിയാൽ BJPക്ക് ഭരണം പോകും. അത് നേരിൽ കണ്ടുകൊണ്ട്. എന്ന് മാത്രമല്ല, ആൻറ്റി ഇൻകംബൻസി അപ്പോഴേക്ക് വർദ്ധിക്കുമല്ലോ പല കാരണങ്ങൾ. ഇപ്പോൾ തന്നെ എന്താണ് നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ട്രംപിന് മുമ്പിൽ തലവണങ്ങിയിരിക്കുക. ട്രംപ് പറയുന്ന പോലെ ഇന്ത്യയിലെ കാര്യം നടക്കുന്നു. അവിടുന്ന് പെട്രോൾ വാങ്ങത്തില്ല. റഷ്യയിൽ നിന്ന് ഇനി ഇത്ര നാൾ വാങ്ങിക്കോ, അത് വാങ്ങുന്നു. എന്തൊരു മോശമായ പരിതാപകരമായ സ്ഥിതിയാണ്. അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ട്രംപിന് അറിയാം. പ്രധാനമന്ത്രി ട്രംപ് വളരെ ബുദ്ധിശാലിയാണ്, പ്രായോഗിക രാഷ്ട്രീയക്കാരൻ. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭരണം കിട്ടില്ല എന്ന ആശങ്കയാണ് ഇപ്പോൾ ഇത്തരം ഒരു ബില്ല് ധൃതി വെച്ച് കൊണ്ടുവരുന്നത്. എന്ന് മാത്രമല്ല, ഈ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുമെന്നും അവർക്കറിയാം. അപ്പോൾ അവർക്കൊരു ക്യാമ്പയിൻ പോയിൻ്റ് കിട്ടി. ഞങ്ങൾ വനിതാ സംവരണം കൊണ്ടുവന്നു, കോൺഗ്രസ്സുകാർ എതിർത്തു, UP എതിർത്തു എന്ന ഒരു ക്യാമ്പയിൻ പോയിൻ്റ് ഉണ്ടാക്കുവാൻ അത്തരം ഒരു നറേറ്റീവിന് വേണ്ടിയൂടാണ് ദുരുദ്ദേശപരമായി ബില്ല്.